ഞങ്ങൾ കുറേ ദിവസത്തിന് ശേഷം ഏകദേശം 2 മാസമായിട്ടുണ്ട് എക്സാമിൻ്റെ അന്നാട്ട് ഇവരെ ലാസ്റ്റ് ഞാൻ കാണുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ വീട്ടിലോട്ട് ഇന്ന് ചുമ്മാ പോവാണ്. പെട്ടെന്ന് എടുത്ത തീരുമാനമാട്ടോ. നമ്മൾ 2 ദിവസം മുന്നേ അല്ലേ ഞങ്ങൾ പെട്ടെന്ന് പോവാന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് ഗൈസ്. 10 മണിക്ക് വരാന്ന് പറഞ്ഞു ഗൈസ്. ഇപ്പൊ സമയം 10:36. അത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും അങ്ങനൊക്കെ അല്ലേ അല്ലേ? ഇവിടെ ഇരുന്ന് വായി നോക്കിയാൽ കണക്കില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ബസ്സിൽ കയറി പോവാണ്. ഇതിനു മുന്നേ ഞങ്ങൾ കലോത്സവത്തിന് അവളുടെ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ അവളുടെ വീട്ടിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ അവൾ ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ എന്തായാലും അവിടെ ചെന്ന് വീട് തിരിച്ചു വെക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്കിനി പോകുന്ന വഴിയിൽ ബാക്കിയെല്ലാം കാണാം. ബസ് ഏതാന്ന് അറിയത്തില്ല, ഒരു മാങ്ങ അറിയത്തില്ല. ഞങ്ങൾ പോകേണ്ട ബസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു ബസ് കണ്ടുപിടിച്ചു, അത് പോകാനുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ കയറി. കുറച്ച് നേരത്തെ തെരച്ചിലിനൊടുവിൽ ഞങ്ങൾ ബസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബസ് കിട്ടി ഗൈസ്. കിട്ടി. ബസ് എടുത്തു ഗൈസ്. വെള്ളി ഇത് കൊളവാക്കും. അങ്ങനെ എന്തായാലും ബസ്സിൽ കയറി ഞങ്ങൾ പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പഴയ ഫോട്ടോസൊക്കെ ഫോണിൽ നോക്കി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറേ ദിവസമായില്ലേ ഞങ്ങൾ 3 പേരും കണ്ടിട്ട്. പിന്നെ ബസ്സിൽ പോകുന്ന വഴിക്ക് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ അങ്ങ് പോവാണ്. ഇത്രയും ദിവസം ബോറടിച്ചിരിക്കുമായിരുന്നു ഞങ്ങൾ 3 പേരും. അങ്ങനെ പെട്ടെന്ന് മീറ്റ് ചെയ്തപ്പോൾ കുറേ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. സംസാരിച്ച് സ്ഥലമെത്തി. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. മഴയത്ത് നല്ല ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പുള്ളിക്കാരി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു സോക്സ് വാങ്ങണമായിരുന്നു. അപ്പോൾ അത് പർച്ചേസ് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ കളിപ്പാട്ടം, ലിപ്സ്റ്റിക്ക്, ഷെയ്ഡ് കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ഇങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി നടക്കുകയായിരുന്നു. നല്ല മഴയത്ത് ചോക്ലേറ്റ് ഐസ്ക്രീം എങ്ങും കിട്ടാനില്ലായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ തപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൊണ്ട് നമ്മൾ ഷിഫായുടെ വീട്ടിലേക്ക് നേരെ പോവാണ്. നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയത്തില്ല സ്ഥലം. നമ്മൾ ഇത് ആദ്യമായിട്ടാണ് വീട്ടിൽ പോകുന്നത്. കുറച്ച് നടന്നൊക്കെ അങ്ങോട്ട് പോവാണ്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് നേരം വഴിയൊക്കെ കണ്ടുപിടിച്ച് വീടൊക്കെ കണ്ടുപിടിച്ച് നടന്ന് ചെല്ലാനായിട്ട്. അങ്ങനെ എന്തായാലും ഷിഫായെ കണ്ടെത്തി. ഈ ഓടിപ്പോകുന്ന 2 പേരും ഒരാഴ്ച മുന്നേ ഷിഫായെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ലാസ്റ്റ് എക്സാമിനായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2 മാസത്തിന് ശേഷം ഞങ്ങൾ കണ്ടു. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. ഇനിയിപ്പോൾ വീട്ടിലുണ്ടായിരുന്ന വിശേഷങ്ങളൊക്കെ കാണാം. ഈ തണുപ്പത്ത് ജ്യൂസ് വന്നിട്ടേ വൈകുന്നേരം വരെ ഉണ്ട്. ഞാൻ വേറെ ദിവസം കിടക്കാൻ വരാം. പേടിക്കണ്ടേ? പാത്രം പോലും കഴിയിട്ടില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പാല് കൂടിപ്പോയി. ആ ജ്യൂസിനേക്കാളും ഉണ്ട് പാല്. ഞാൻ അന്നേരം കുറച്ച് തണ്ണിമത്ത് എടാ തട്ടിക്കുട്ടിയാ മാറി. ഇപ്പൊ നടക്കാൻ പോകുന്നത് നമ്മള് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. ഷിഫ സ്പെഷ്യൽ തണ്ണീർമത്തൻ ദിനങ്ങൾ. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ കുറേ ഇരുന്ന് സംസാരിക്കുകയും അവിടെ സ്ഥലങ്ങളൊക്കെ നോക്കുകയും എപ്പോൾ ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ നേരം സംസാരിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബോറടി അങ്ങ് മാറിക്കിട്ടി. ഫ്രണ്ട്സായിട്ടല്ലെങ്കിലും കൂടുമ്പം അങ്ങനെയാണല്ലോ. പിന്നെ ഈ വീഡിയോയിൽ ഫസ്റ്റ് KP പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഫുള്ള് മാങ്ങയും മാവും അതൊക്കെ തന്നെയായിരുന്നു. ഇവിടെ തറയിലൊക്കെ നോക്കിയാൽ മാങ്ങ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്ഥലം കണ്ടുപിടിക്കുകയാണ്. മനിതർ ഉണർന്നു കൊള്ള ഇത് മനിതക്കാതലല്ല. ഇരി ഇരി ഫോട്ടോ എടുക്കട്ടെ. എന്തുവാ ഇത്? ഇല്ലമിനാറ്റി ഇല്ലമിനാറ്റി അണ്ണൻ തനിയാണ് ഇല്ലമിനാറ്റി. ഏതാ നിനക്ക് റൈസ് താഴോട്ടാക്കിയാൽ മതിയേ. അപ്പൊ ഞാൻ അവിടെ
എന്തായാലും 2-3 ടേക്ക് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എത്ര എടുത്തിട്ട് ശരിയാവുന്നില്ലായിരുന്നു. അപ്പം തന്നെ പഠിച്ചിട്ട് നമ്മൾ കളിക്കുന്നതാണ്. അങ്ങനെ എന്തായാലും ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഷോർട്സിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീടിനകത്ത് ടെറസിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. കൊള്ളാല്ലേ, നല്ല കാറ്റുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. ഈ കൊച്ചിന്റെ വ്ളോഗിലൊക്കെ എന്താ പറയാനാ. അതെ ശരി ഗൈസ്, ശരി. ഇവിടെ വന്നപ്പോ തൊട്ട് ഫുഡ് കഴിക്കുന്ന കാര്യം പറയാനുള്ളൂ. പ്രണവ് പ്രവീൺ വ്ളോഗ്സ് കണ്ടിട്ട് ഫാൻ ഗേൾ ആണ്. അത് കടിച്ചോളാമേ. ഞങ്ങളുടെ റീൽസ് എടുപ്പ് അവിടെ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. നേരെ ഷിഫയുടെ കബോർഡ് അരിച്ചു പെറുക്കി അവളുടെ, എനിക്ക് പറ്റത്തില്ല എങ്കിലും പറ്റുന്ന ഒരു ഡ്രസ്സ് ഞങ്ങൾ രണ്ടുപേരും ഇട്ടിട്ട് വേറെ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷിഫയുടെ വീട്ടിൽ നിന്ന് ഷിഫയുടെ തന്നെ 2 ഡ്രസ്സ് ഇട്ടിട്ട് ഒരു റീൽസ് എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഉടനെ ഷോർട്സിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ബ്ലാക്ക് ഇത് ഒന്നും നമ്മുടെ അല്ല, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സുഖമാണ്. ഇതെൻ്റെ അളവേ അല്ല, ഞാൻ ഇതിൽ ഇറങ്ങി നിൽക്കും. പക്ഷേ എനിക്കിതിട്ടിട്ട് നല്ല ചേരുന്നുണ്ട്. താങ്ക് യു സിഫ. എനിക്ക് താങ്ക് യു എന്ന് വേണ്ട കേട്ടോ. പറയടാ, എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ ഉൾപ്പെടുത്തിയില്ല. ഒരു ഡാൻസിൽ അവള് കാരണം 10 ടേക്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഒന്നിനെ അവൾ ഒതുക്കി. ഇനി എന്തായാലും നമ്മൾ ചെയ്യും. വയസ്സായി, വിശക്കൊന്ന് ഫുഡ് കഴിക്കണം. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാട്ടോ. അടുത്ത ഡ്രസ്സ് മാറ്റി ഞങ്ങള് അടുത്ത റീൽസ് എടുക്കാവുള്ളൂ. ഇവിടെ വന്നത് സത്യം പറഞ്ഞാൽ റീൽസ് എടുക്കാനല്ല, പക്ഷെ ഇവിടുത്തെ ഒരു ഇത് കണ്ടിട്ട് എന്തായാലും 2 റീൽസ് ഇനിയിപ്പോൾ ഇപ്പോഴെങ്കിലും ഞങ്ങൾ ഇപ്പോഴെങ്കിലും കാണണമെന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ മെമ്മറിക്കായിട്ട് കുറച്ച് റീൽസ് ഒക്കെ എടുത്ത് വെക്കുകയാണ്. ഇതെല്ലാം ഷിഫാട് ഉടുപ്പാണ്. ഏതായാലും റീൽസ് എടുത്ത് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണിയും അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും വേണ്ട. ഞങ്ങളുടെ സ്കൂളിൽ എൻ്റെ ലഞ്ച് ബോക്സ് നിങ്ങൾ കാണാറില്ല. അപ്പോൾ മോരും അതുപോലെ തന്നെ മീൻകറി, അച്ചാറ്, പപ്പടം, ചോറ് അങ്ങനെ സാധാരണ രീതിയിൽ മതിയെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോരനും അതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് ഫുഡും കഴിച്ചു. ഈ ലഞ്ച് ടൈം ആ ഒരു സമയം ഞങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളിൽ ആ ഒരു ഇതൊക്കെ തന്നെ ഇങ്ങനെ ഓർത്തു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾ ഇരുന്നില്ല, മറ്റേ അണ്ണാന്മാരിരുന്ന് മാങ്ങ കഴിക്കുന്ന കേട്ടോ എനിക്ക് ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ ഞങ്ങളൊരു ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, സിംഗിങ് സോങ് ചാലഞ്ച്. അപ്പോൾ അതായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്ന ഒരു സിംഗിങ് സോങ് ചാലഞ്ചിൻ്റെ വീഡിയോ. അപ്പോൾ എന്തായാലും പിന്നെയും ഞങ്ങൾ ഡാൻസ് കളിക്കാൻ വേണ്ടി പോയി. ഡാൻസ് കളിച്ച് ഗൈസ് ഞങ്ങൾ അടിപൊളിയായിരുന്നു. ഇപ്പോൾ പഠിച്ച് ഇപ്പോൾ കളിച്ച്, അതുകൊണ്ട് അതിനകത്ത് കാണാനും കാണും. നല്ല ക്ഷീണിച്ച് ഇനിയിപ്പോൾ പോവാറായി കേട്ടോ. സമയം അടുക്കാറായി ഗൈസ്. എന്തിന് പോവാൻ സമയമാവാറായി വരുന്നു. പിന്നെ എന്തായാലും ഞങ്ങൾ മഴയത്ത് തപ്പിപ്പിടിച്ച് നടന്ന ആ ചോക്ലേറ്റ് ഐസ്ക്രീമും ലാസ്റ്റ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഷിഫയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, വീടൊക്കെ ഏകദേശം തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത വ്ളോഗൊക്കെ ആയിട്ട് വരാം. ഉടനെ ഇനി ബാക്കി ഫ്രണ്ട്സായിട്ട് ഒരു മീറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ വ്ളോഗ് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറേ ഷോർട്സ് ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെയോ ഇന്നിവിടെ കാണിച്ച് ഷിഫാക്ക് വരാൻ വയ്യ ഗൈസ്, നാണവാ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക.